പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ തിരുവല്ല KSRTC ഡിപ്പോയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഞാനൊരു ഇടത്തുവായിക്ക് പോകുന്ന ഒരു വണ്ടി കയറാനായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോഴാണ് ഇവിടുത്തെ എല്ലാം നേരത്തെയൊക്കെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നിടത്തെല്ലാം ഇപ്പോഴത്തേണ്ട മണ്ണും ഇതൊക്കെ ആയിട്ട് ഇവിടെ ഒരു വണ്ടി, ചില വണ്ടികളൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ട്. അതല്ലാതെ ഇവിടെ എല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുക. എന്നിട്ട് മെയിൻ റോഡ് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് കാര്യം അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇതെല്ലാം ഇപ്പോൾ റിപ്പയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇവിടെ എല്ലാം കുത്തിപ്പൊളിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോഴത്തേണ്ട് ഇവിടെ എല്ലാം ആൾക്കാരെ ഇങ്ങോട്ട് കയറാതെ അടച്ചൊക്കെ ഇട്ടിരിക്കുക. അപ്പം ഞാൻ അന്വേഷിച്ചപ്പം വെളിയിലോട്ടൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ എത്തേണ്ടത് നിങ്ങൾക്ക് കാണാം. അവിടുന്ന് ഇങ്ങോട്ട് കയറാതെ മെയിൻ റോഡിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് ഇതാണ്ട് ആൾക്കാർ താണ്ട് ഇങ്ങനെ ഞാൻ കാണിക്കാം. ആൾക്കാർ കയറാനായിട്ട് താണ്ട് ക്യൂ നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാതിരിക്കും. ഇത് ഭയങ്കര ഉണ്ടോ ഈ മെയിൻ റോഡിൽ നിന്നാണ് ഫസ്റ്റ് പാസഞ്ചർ ബസ്സൊന്നും ഇങ്ങോട്ട് കയറുന്നില്ല. എല്ലാം അവിടെ ഇവിടെയായിട്ട് ഒക്കെ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ MLAക്ക് തോന്നിയത് ഇപ്പോഴാണ് ഇതൊന്ന് കുത്തിപ്പൊളിഞ്ഞതൊക്കെ ഒന്ന് നന്നാക്കാനായിട്ട് തോന്നിയത്. വേണ്ട ആൾക്കാർ അറിയത്ത് പോലും ഇല്ല. വേണ്ട നടു റോഡിൽ ക്യൂ നിൽക്കുക കണ്ടോ, കാണുന്നുണ്ടായിരിക്കുമല്ലോ. ആണ്ടെ ഈ കോട്ടയത്തിന് പോകുന്ന സൈഡിലെ ബസ്സുകളിലൊക്കെ കണ്ട അവിടെ ഡിപ്പോയ്ക്കകത്തോട്ട് കയറാൻ വയ്യ. ഇത്രയും കഴിഞ്ഞ 10 വർഷമായിട്ട് 25 വർഷമായിട്ട് ആൾ ഇവിടുത്തെ MLA ആണ്. അയാൾക്ക് ഇന്നേരം ഇത് തോന്നിയില്ല. ഇപ്പോഴാണ് അയാൾക്ക് കുത്തിപ്പൊളിച്ച് നന്നാക്കാൻ തോന്നിയത്. നോക്കിക്കോ, വേണ്ട ആൾക്കാർ നിൽക്കുന്ന കണ്ടു. ഇനി ഇയാളെ ജയിപ്പിക്കരുത്, ദൈവത്തെ ഓർത്ത്. ഓക്കെ, ആൾക്കാരുടെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കണം. കണ്ടോ ഇത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാർ നിൽക്കുന്ന ഒരു 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 ആൾക്കൂട്ടമായത്. ഇപ്പോഴാണ് തിരുവല്ല ഡിപ്പോ നന്നാക്കാനായിട്ട് ഇവർക്ക് തോന്നിയത്. ആൾക്കാരുടെ ബുദ്ധിമുട്ട് നോക്കണം. ഓക്കെ.